ശബരിമലയിലെ ഏറ്റവും സുപ്രധാനമായ വഴിപാടുകളിലൊന്നാണ് പുഷ്പാഭിഷേകം. അഭിഷേകപ്രിയനായ അയ്യന് 8 പൂക്കളാൽ ഒരുക്കുന്ന അർച്ചന. വൈകിട്ട് ദീപാരാധന കഴിയുന്നതോടെയാണ് അയ്യപ്പ വിഗ്രഹത്തിൽ പൂക്കളാൽ അഭിഷേകം നടക്കുക. നെയ്യഭിഷേകവും കളഭാഭിഷേകവും പോലെ അയ്യപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിലൊന്ന് പുഷ്പാഭിഷേകമാണെന്നാണ് വിശ്വാസം. അരളി, താമര, ജമന്തി തുടങ്ങി 8 പൂക്കളാണ് അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത്. ദീപാരാധന കഴിഞ്ഞ് 7 മണിയോടെ പുഷ്പാഭിഷേകം തുടങ്ങും. അത്താഴപൂജയ്ക്ക് തൊട്ടു മുൻപ് വരെ അഭിഷേകം തുടരും. നിരവധി ഭക്തരാണ് അയ്യന് പുഷ്പാഭിഷേക വഴിപാടുമായി ശബരീശ സന്നിധിയിലെത്തുന്നത്. അയ്യപ്പന് പൂക്കൾ അർപ്പിക്കുന്നതിലൂടെ ആഗ്രഹ സാഫല്യമുണ്ടാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ശബരിമലയിലെ ഒരു പ്രത്യേക വഴിപാട് തന്നെയാണ് പുഷ്പാഭിഷേകം. ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു വഴിപാടാണ് പുഷ്പാഭിഷേകം. പടിപൂജ മുതലായ കാര്യങ്ങളൊക്കെ ഒരുപാട് നാളത്തെ ബുക്കിങ്ങിന് ശേഷമേ കിട്ടുകയുള്ളൂ. പുഷ്പാഭിഷേകം നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു വഴിപാട് തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ എന്തെങ്കിലും ഒരു വഴിപാട് ഭഗവാന് നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വരുന്നതാണ്. അപ്പോൾ ഈ പുഷ്പാഭിഷേകം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു അഭിഷേകം തന്നെയാണ് പുഷ്പാഭിഷേകം. പുഷ്പം കൊണ്ട് വിവിധ തരത്തിലുള്ള 8 തരം പുഷ്പങ്ങൾ കൊണ്ട് അഭിഷേകം നടത്തി കർപ്പൂര ദീപാരാധനയെ നടത്തുന്ന ഒരു മഹത്തായ ഒരു വഴിപാട് തന്നെയാണ്. 12,500 രൂപയാണ് വഴിപാട് നിരക്ക്. വഴിപാട് നടത്തുന്ന ഭക്തർക്കായി കൂടകളിൽ പൂവും ഖാരവും ലഭിക്കും. ഇതുമായി ശ്രീകോവിലിന് മുന്നിലെത്തി തിരക്കുകൂടാതെ അഭിഷേക ദർശനം നടത്താം. മണ്ഡലകാലത്തിന് പുറമെ മാസപൂജയ്ക്കും പുഷ്പാഭിഷേകമുണ്ടാകും. പൂക്കളോടൊപ്പം ഏലക്കമാല, രാമച്ചമാല, കിരീടം എന്നിവയും ഭക്തർക്ക് സമർപ്പിക്കാവുന്നതാണ്. ജനം, സന്നിധാനം.